കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ശശി തരൂർ എം പിയാണ്. ദേശീയ മാധ്യമങ്ങളിലടക്കം അദ്ദേഹം ആദ്യം മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയത്, അതിനുശേഷം കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ പുകഴ്ത്തിയത്, അതിനുശേഷം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് അദ്ദേഹം നൽകിയ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നത്, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വിവാദ കേന്ദ്രമായി നിൽക്കുകയായിരുന്നു ശശി തരൂർ എം പി. എന്നാൽ അവസാനം അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇപ്പോൾ ചില വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ ആ വിഷയം ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിൽ അദ്ദേഹം വാർത്ത പ്രചരിച്ചിരുന്നത്, അതിൻ്റെ പ്രോമോ ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ നൽകിയ വാർത്തയിൽ വന്നത് പ്രകാരം കേരളത്തിൽ കോൺഗ്രസിന് നേതാക്കളില്ല എന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് മറ്റു വഴികളുണ്ട് എന്നും പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ ആഗ്രഹിക്കുന്നത് എന്ന രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ അവസരങ്ങൾ അദ്ദേഹം തേടും എന്ന രൂപത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടുകയുണ്ടായി. പിന്നീട് ഇതിനെ തിരുത്തി ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ഒരു കറക്ഷൻ രേഖപ്പെടുത്തി. ഇന്ന് ശശി തരൂർ ഈ ജേർണലിസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വക്രീകരണങ്ങളെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് ഈ സംഭവം മുൻനിർത്തി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ച് ഇങ്ങനൊരു വിവാദം സംഭവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 4ാമത്തെ തവണ നമ്മൾ ഈ സീരീസിൽ ശശി തരൂരിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം അദ്ദേഹം ഈ നേരത്തെ സാലിം തന്നെ സൂചിപ്പിച്ച മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് ആദ്യം പറഞ്ഞത്. പിന്നീടാണ് ഈ പോഡ്കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്ക് വന്നത്. പോഡ്കാസ്റ്റിൽ ഇന്നൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്ത വന്നപ്പോൾ നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് അതിനെ കാണുന്നത്. തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിൽ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞു എന്ന് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുകയും മറ്റു മാധ്യമങ്ങൾ അത് എടുക്കുകയും ചെയ്തപ്പോൾ അതിന് വലിയ വിശ്വാസ്യത വന്നു. അതിനൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ടായിരുന്നു ഇപ്പുറത്ത് കേരളത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞത്. പക്ഷേ ആ പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുമ്പോഴാണ് അതിലുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതിയും ആ പോഡ്കാസ്റ്റിലില്ല എന്ന് നമ്മൾ മനസ്സിലാവും. അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് അതിൽ ഒരു തരത്തിലും പരാമർശിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ചില സമയത്ത് ചില സൂചനകളൊക്കെ സംഭാഷണങ്ങളിൽ ഉണ്ടാവുകയും അത് എടുത്തു വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സൂചന ഒരു കുറച്ച് വലുതാക്കി, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട സംഗതി ആക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ നേതാക്കളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നേയില്ല. കേരളത്തിലൊരു കോൺഗ്രസിന് ഒരു ലീഡർഷിപ്പ് ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഗതിയും. നേരെ തിരിച്ചാണ്, കേരളത്തിൽ ഒരുപാട് പ്രവർത്തകരുണ്ടെന്നാണ് ശശി തരൂർ പറയുന്നത്. അപ്പം എങ്ങനെയാണ് പിന്നെ ഇത് എഴുതി വയ്ക്കാന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് മാത്രമൊന്നുമല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞാനൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കെ തന്നെ എനിക്ക് വേറൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ ആ ഐഡൻറ്റിറ്റിയിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എനിക്ക് ആ ഐഡൻറ്റിറ്റിയുമായി റിലേറ്റ് ചെയ്ത് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, പ്രഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് വേറെ നിലയ്ക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. അവിടെ ഒന്നും എനിക്ക് പലപ്പോഴും പോകാൻ പറ്റാറില്ല. ഈ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ഇതിലൊക്കെ സജീവമായി നിൽക്കും. അങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എഴുതി വയ്ക്കാമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ജേർണലിസ്റ്റിക് മര്യാദയുടെ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളതിനെ കാണേണ്ടതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആകെ എനിക്ക് അതിനകത്ത് കൗതുകകരമായി തോന്നിയതും വളരെ പോസിറ്റീവായി തോന്നിയതും ശശി തരൂർ അതിനോടൊരുത്തൊരു അപ്രോച്ചിനെയാണ്. അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, പോഡ്കാസ്റ്റ് വന്നതോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എല്ലാവർക്കും പിന്നെ ഏത് തരത്തിലാണ് ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇത് ഇങ്ങനെ വന്നതോടുകൂടെ എന്നെക്കുറിച്ച് ബാക്കിയുള്ള ആളുകൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുണ്ടായി. അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് എനിക്ക് കുറേ പിന്തുണ കിട്ടി. അതായത് ഇങ്ങനെ തെറ്റായി റിപ്പോർട്ട് ചെയ്തപ്പോൾ പോലും അതിൻ്റെ നെഗറ്റീവ് മാത്രമല്ല, അതിന് ചില പോസിറ്റീവ് വശങ്ങളും ഞാൻ അനുഭവിച്ചിരുന്നു എന്ന്, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ളൊരു ജെന്യൂനിറ്റി ശശി തരൂർ ഇവിടെയും കാണിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായ സംഗതിയാണ്. നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിൽ ആലോചിച്ച് നോക്കുക. തെറ്റായി റിപ്പോർട്ട് ചെയ്തു എന്നാണെങ്കിൽ ആ റിപ്പോർട്ടിംഗ് മൂലം ഉണ്ടായ ദോഷവശങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും വേറെ ആരെങ്കിലും സംസാരിക്കുക. അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതുകൊണ്ടുണ്ടായ നഷ്ടം, ഇതിങ്ങനെ മോശമായി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് നമുക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക.
അതുകൊണ്ട് എനിക്ക് കുറച്ച് പോസിറ്റീവ് സംഗതികൾ ഉണ്ടായെന്ന് ആരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതും ശശി തരൂർ അയാളുടെ ഒരു കൺവെൻഷണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിന്ന് മാറിയാണ് എൻ്റെ സ്ഥാനം എന്നും ഒരു കൺവെൻഷണൽ പൊളിറ്റിക്കൽ തിങ്കിങ് പ്രോസസ്സിൻ്റെ തുടർച്ചയായിട്ടല്ല ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് വന്നത് എന്നും ശശി തരൂർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് എനിക്ക് കൗതുകരമായിട്ട് തോന്നിയത്. നമ്മൾ ഇതിനെ ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാളത്തിലെ ഒരു മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ വാത്തോരാതെ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ വക്രീകരിച്ച് വാർത്ത കൊടുക്കുന്നതൊക്കെ ഒരു കേരളത്തിൽ നിന്ന് വന്നൊരു പൊളിറ്റീഷ്യനെ കുറിച്ച് മലയാളത്തിൽ ചെയ്ത പോഡ്കാസ്റ്റുമായി ബന്ധപ്പെടുത്തി തലക്കെട്ടുണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് പോലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുന്നു. നമ്മൾ എന്താണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? അതിലും ശശി തരൂരിൻ്റെ ഒരു പോസ്റ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. അതായത് ഒരു ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്നലെ തുടങ്ങി ഇന്ന് തുടരുന്ന ഒരു സ്ഥാപനമല്ല അത്. ഒരുപാട് ചരിത്രമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ ചരിത്രമുണ്ട്, ചില ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ ചരിത്രമുണ്ട്. അങ്ങനെ പല നിലയ്ക്കുള്ള വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കാമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് സത്യം പറഞ്ഞാൽ ശശി തരൂർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അത് സത്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ആ ടീമിൽ നിന്ന് ഇങ്ങനെ വരാമോ എന്നുള്ളത്. ഞാനിപ്പോഴും പറയുന്നു, ആ പോഡ്കാസ്റ്റിൽ എവിടെയെങ്കിലും ഇതുമായി റിലേറ്റ് ചെയ്ത ചില സൂചനകൾ ഉണ്ട് എങ്കിൽ, കേരളത്തിലെ ലീഡർഷിപ്പിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വിധത്തിൽ എവിടെയെങ്കിലും ശശി തരൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം ആഫ്റ്റർ ഓൾ ന്യൂസ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് കൂടുതൽ എത്താനും അതുവഴി ഒരു ബിസിനസ് നടത്താനുമാണെന്നാണ് പുതിയ സങ്കല്പം. അതുകൊണ്ട് ആ സങ്കല്പത്തിനനുസരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് അത് ചെയ്തിരുന്നെങ്കിൽ തരില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതിരിക്കെ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സാധനത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് കുക്കപ്പ് ചെയ്തെടുക്കുക? അപ്പോൾ അതിനൊരു താല്പര്യം ഉണ്ടാവും ഇന്ത്യൻ എക്സ്പ്രസ്സിന്. ആ താല്പര്യം എന്താണെന്നുള്ളിടത്താണ് പ്രശ്നം. ഇതുപോലെയുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല വ്യാജങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. നമ്മൾ വേറൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാജങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വ്യാജങ്ങൾ മാർക്കറ്റ് ചെയ്ത് അതുവഴി അധികാരം ലഭിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീഡിയ കൂടെ ആ വ്യാജ നിർമ്മിതിയുടെ ഭാഗമാകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാണ് ഇന്ത്യൻ എക്സ്പ്രസ്. നമ്മൾ പല കാലത്ത് മുമ്പും പല കാലത്ത് ഇത്തരം സംഗതികൾ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും എന്നെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്ന് പറഞ്ഞാൽ പോലും അത് പലപ്പോഴും തെറ്റിപ്പോകുമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മാധ്യമങ്ങൾ വക്രീകരിച്ചതാണ് എന്ന് രാഷ്ട്രീയ നേതാക്കളും മറ്റാളുകളൊക്കെ നിരന്തരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും മാധ്യമങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു സ്പേസേ ഇല്ല. അപ്പോൾ പുതിയ കാലത്ത് ജേർണലിസം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ് എന്നുള്ളൊരു ബോധ്യം ദീർഘകാലമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ള മാധ്യമങ്ങൾക്ക് പോലും ഇല്ലാതായി പോകുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ ഇതിൽ ഒരു ജേർണലിസ്റ്റിക് എത്തിക്സ് ഇപ്പോഴും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച്, ആഗ്രഹിക്കുന്ന വായനക്കാരെ സംബന്ധിച്ച്, ആഗ്രഹിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ച് വലിയ തോതിൽ അമ്പരപ്പിക്കുന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ പണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുമ്പ് DC ബുക്സും അതുപോലെ EP ജയരാജൻ്റെ ആ വിഷയം ഉണ്ടായ സമയത്ത് കട്ടൻ ചായയും പരിപ്പോടും എന്ന ആത്മകഥ EP ജയരാജൻ ഇറക്കാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായ സമയത്ത് അന്ന് EP ജയരാജൻ പറഞ്ഞു, ഇതെൻ്റെ ആത്മകഥയല്ല. അന്ന് പാർട്ടിയെങ്കിലും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ ശശി തരൂർ പറയുന്നുണ്ട്, ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ പ്രോമോ പുറത്തു വന്ന സമയത്ത് തന്നെ ANIയോടൊക്കെ ശശി തരൂർ പറയുന്നുണ്ട്, അതായത് പോഡ്കാസ്റ്റ് പുറത്തു വരട്ടെ, നിങ്ങൾക്ക് കാണാം, അതൊന്നും ഞാൻ പറഞ്ഞതല്ല എന്ന രൂപത്തിൽ. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കോൺഗ്രസ് ശശി തരൂരിനെ കൂടെ നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് കോൺഗ്രസ് കൂടെ നിൽക്കാത്തതിൻ്റെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്. കാരണം തൊട്ട് മുമ്പ് ഈ പോഡ്കാസ്റ്റിൻ്റെ പ്രൊമോ പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് തരൂരിൻ്റെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുകയും അതിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ കണക്കനുസരിച്ച് കേരളം മുൻപന്തിയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കേരളം കുറെ കൂടെ മുമ്പോട്ട് പോയിരിക്കുന്നു എന്നുള്ളതിനെ അദ്ദേഹം കോട്ട് ചെയ്യുകയും അത് പ്രശംസാവഹമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു രാഷ്ട്രീയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം ചിലത് നല്ലതുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയാണ്, ഒരു ഡെമോക്രാറ്റിക് രീതിയാണ് എന്നുള്ളത് ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നല്ല, കേരളത്തിൽ ഏത് LDF പ്രതിപക്ഷത്താണ് എന്ന് വിചാരിക്കാം. LDFിൽ ഒരു നേതാവ് അല്ലെങ്കിൽ LDFിന് നേതൃത്വം നൽകുന്ന CPM നേതൃത്വം നൽകുന്ന LDF പ്രതിപക്ഷത്തിരിക്കുകയും CPMലെ ഒരു നേതാവ് UDFിനെ പ്രകീർത്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ശശി തരൂർ നേരിട്ടതിനേക്കാൾ വലിയ ആക്രമണം നേരിടുമല്ലോ.
അതേ കാര്യം തന്നെയാണ് ശശി തരൂരിനും സംഭവിച്ചത്. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ അദ്ദേഹത്തെ വിമർശിച്ചു. അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇത് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അത് പറഞ്ഞ ശശി തരൂർ ഇതും പറയും എന്നുള്ളൊരു മുൻവിധി അവിടെ വളരെ സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് അതിനെ മുൻപുണ്ടായ അത്രയും രൂക്ഷമായി പരസ്യമായി വിമർശിച്ചില്ല, പക്ഷെ അവർ ഡിസ്റ്റൻസ് ചെയ്തു. ശശി തരൂർ ഞാനിത് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പോലും തരൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആ പോഡ്കാസ്റ്റ് വരുന്നവരെ കാത്തിരിക്കൂ എന്ന് മാധ്യമങ്ങളോട് പറയാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. അവർ ചിലർ നോ കമൻസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ചിലർ ഭംഗി നിറയണ തരൂരിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ഒരു പാർട്ടിക്കുള്ളിൽ ഒരു വിശ്വാസം എന്ന് പറഞ്ഞൊരു എലിമെൻ്റ് ഉണ്ടല്ലോ. തരൂർ പറയുന്ന ഒരു കാര്യത്തെ വിശ്വസിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പോലും തയ്യാറായില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ആ പാർട്ടി ആഭ്യന്തരമായിട്ട് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. പല നേതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അത്രത്തോളം പൂർണ്ണ അളവിൽ വിശ്വസിക്കാനുള്ള മനസ്സില്ല, അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള നിലയ്ക്കെങ്കിലും ഇത് വിശ്വസിക്കണം എന്നുള്ളൊരു ബോധ്യമില്ല. ഇപ്പോൾ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ ഇ പി ജയരാജൻ ഇത് എൻ്റെ ആത്മകഥയല്ല എന്ന് പറയുമ്പോൾ പാർട്ടി അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇ പി ജയരാജൻ ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ടാണ്. അല്ലാതെ ഇ പി ജയരാജനെ അദ്ദേഹം പറയുന്നത് പൂർണ്ണ ബോധ്യത്തോടെ സ്വീകരിച്ചിട്ടല്ല. കാരണം അത് ആത്മകഥയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ആത്മകഥ എന്ന രൂപത്തിൽ പുറത്തു വന്ന ഭാഗങ്ങൾ മാത്രമേ അതിൽ ആത്മകഥയിൽ ഇല്ലാതിരുന്നിട്ടുള്ളൂ. ബാക്കി കുറേ ഭാഗങ്ങളൊക്കെ ആത്മകഥയായിട്ട് ഡി സിയുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന വസ്തുത അവിടെ ഉണ്ട്. അതും ഇതേപോലെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ഡെലിബറേറ്റായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു സംഗതിയാണ്. ഇത് രണ്ട് പാർട്ടിയും രണ്ട് സംവിധാനവുമാണ് എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ കേരള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ യോഗം കൂടിയിരിക്കുകയാണ്. അതിനുശേഷം കേരള നേതാക്കളെല്ലാം കൂടി ഹൈക്കമാൻഡുമായി യോഗം കൂടുകയും ശശി തരൂരിൻ്റെ കാര്യം കൂടി ചർച്ച ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ശശി തരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യാനുഭവങ്ങളും എല്ലാം മുൻനിർത്തി അദ്ദേഹം പുലർത്തുന്ന ഒരു കാഴ്ചപ്പാട്, അതായത് ഈ പാർട്ടികളെ പരസ്പരം വിഭജിച്ച് ഒരു ക്ലോസ് ഡോർ പൊളിറ്റിക്സ് എന്നതിനപ്പുറത്തേക്ക് നല്ലതെല്ലാം ഉൾക്കൊണ്ട് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ചിലപ്പോൾ ദുർബലമാക്കിയേക്കാമെന്ന് നമ്മളൊരു നിരീക്ഷണത്തിലെത്തിയിരുന്നു. ഇങ്ങനെയുള്ള തിരുത്തലുകൾ വരുന്ന സമയത്ത് ഇത് കോൺഗ്രസ് ഒന്നുകൂടി ശശി തരൂരിനെ ഉൾക്കൊള്ളാനുള്ളൊരു സാധ്യത കൂടുകയല്ലേ ചെയ്യുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. അതിൽ ആ പോഡ്കാസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇത്തരം പരസ്യമായിട്ട് ഇപ്പോഴാണല്ലോ ശശി തരൂർ ഇങ്ങനെ പരസ്യമായിട്ട് ഇത് പറയുകയും ഒരു പരസ്യമായി ശശി തരൂരിനെതിരെ മുമ്പൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് ശശി തരൂരിനെതിരെ കോൺഗ്രസ് ലീഡർഷിപ്പ് പറയുന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പും അദ്ദേഹത്തെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹത്തെ ക്ഷണിക്കാറില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാറില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ വിദേശകാര്യ നയം, വിവിധ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമാണ്, ഇൻ്റർനാഷണൽ എക്സ്പേർട്ടാണല്ലോ അദ്ദേഹം. അപ്പോൾ ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, അത്തരം കാര്യങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടീസ് ഉപയോഗിക്കാൻ കഴിയുക. അതിൽ പോലും കോൺഗ്രസ് ഒരു നയം രൂപീകരിക്കുന്ന സമയത്ത് എൻ്റെ അഭിപ്രായമൊന്നും അങ്ങനെ പരിഗണിക്കാറില്ല എന്ന് വളരെ തുറന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. പാർട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, അത് എൻ്റെ കുഴപ്പമില്ല, അത് പാർട്ടിയുടെയും കുഴപ്പമില്ല, പാർട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, കേരളത്തിലും അങ്ങനെ തോന്നുന്നുണ്ടാവില്ല എന്നെ ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ട്. എന്നെ ഉപയോഗിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിന് അവസരം തന്നാൽ ഞാൻ റെഡിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ ഈ പ്രശ്നം അവിടെ നേരത്തെ ഉണ്ട്. അതായത് തരൂരിനെ എങ്ങനെ ഉപയോഗിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ പാർട്ടിക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UDF വേണ്ടിയിട്ട് ഏത് വിധത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കേരളത്തിലെ പാർട്ടി ലീഡർഷിപ്പിനില്ല എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു തർക്കമറ്റ സംഗതിയാണ്. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരത്ത് തരൂരിനേക്കാൾ വ്യക്തി മികവുള്ള വേറൊരാളില്ലാത്തതുകൊണ്ടാണ് തരൂരിന് ഒരുപക്ഷെ കഴിഞ്ഞ തവണയും സീറ്റ് കിട്ടിയത്. അതിനേക്കാൾ വ്യക്തി മികവുള്ള ഒരാളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ തരൂരിന് ആ സീറ്റ് കിട്ടില്ലായിരുന്നു. തരൂർ നിന്നാലേ തിരുവനന്തപുരത്ത് ജയിക്കൂ എന്ന തോന്നലുകൊണ്ടാണ് തരൂരിന് സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ തരൂരിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു ധാരണയുമില്ല. അതുണ്ടാക്കാനാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായി സംസാരിച്ചാൽ അതിനോട് ജനം റിയാക്ട് ചെയ്യും. പുതിയ തലമുറ അത്രയും നെഗറ്റീവായിട്ടല്ല കാര്യങ്ങളെ കാണുന്നത്. നിങ്ങൾ പുതിയ തലമുറയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ഉപയോഗിച്ചോളൂ, ഞാൻ അതിന് തയ്യാറാണ്. ഇതാണ് അദ്ദേഹം കൊടുക്കുന്നൊരു മെസ്സേജ് എന്നാണ് എനിക്ക് തോന്നിയത് ആ പോഡ്കാസ്റ്റ് മുഴുവൻ കണ്ടപ്പോൾ. പക്ഷേ അത് ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് നമ്മളുടെ ഈ കോൺഗ്രസ് ലീഡർഷിപ്പ് കേരളത്തിൽ എത്തിയിട്ടില്ല. കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നല്ല ഞാൻ പറയുന്ന ഒരു ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിൽ എത്തിയിട്ടില്ല.
ഓപ്പോസിഷൻ്റെ റോൾ എന്ന് പറയുന്നത് അഡമൻ്റായിട്ട് റൂളിംഗ് കക്ഷിയെ എതിർക്കുക എന്നുള്ളതാണ് ഓപ്പോസിഷൻ്റെ റോൾ എന്നാണ് ഇപ്പോഴും നമ്മുടെ പ്രതിപക്ഷം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാറി അടുത്ത ടേമിൽ UDF നമ്മളൊരു സാങ്കല്പികമായ സിറ്റുവേഷൻ വിചാരിക്കുക, UDF അധികാരത്തിൽ വരികയും LDF പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ LDFും ഇത് തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതായത് ഭരണപക്ഷം എന്തൊക്കെ ചെയ്യുന്നു അതിനെ മുഴുവൻ എതിർക്കുക എന്നുള്ളൊരു, ഇപ്പോൾ UDF എതിർക്കുന്നതിനേക്കാൾ കുറെ കൂടെ രൂക്ഷമായ സമരത്തിലൂടെ എതിർക്കുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഫീല് അത് കൊടുക്കാനാണ് തരൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ രണ്ട് കൂട്ടരും, പ്രതിപക്ഷവും ഇപ്പോഴത്തെ ഭരണപക്ഷവും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ മനസ്സിലാക്കുന്നതായിരിക്കും കേരളത്തിന് നല്ലത്. റൈറ്റ്. ഇവിടെ തരൂരിൻ്റെ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ കാടടച്ച് വിമർശിക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. ഏതായാലും തരൂരിൻ്റെ പോഡ്കാസ്റ്റിനെ കുറിച്ചുള്ള വാർത്തകൾ വക്രീകരിച്ചതിന് ഇന്ത്യൻ എക്സ്പ്രസ് പോലും തിരുത്തി എഴുതുകയുണ്ടായി. ഒരു ചരിത്രപരമായി മാധ്യമപ്രവർത്തന രംഗത്ത് വലിയ സ്ഥാനമുള്ള ഒരു സ്ഥാപനം, അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല, അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ നൈതികതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു. തരൂരിനെ വിമർശിച്ചവർ അത് തിരുത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഡൽഹിയിലെ മീറ്റിങ്ങിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. തരൂരിന് എന്തെങ്കിലും പുതിയ പദവികൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.